വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ മാർഗം കണ്ടുപിടിച്ചു. എന്താണ് ദൈവീയാഹ്വാനത്തിൻ്റെ അർത്ഥം? ദൈവം തന്നോട് ആവശ്യപ്പെടുന്ന എന്തൊക്കെയെന്നും ഫ്രാൻസിസിന് പൂർണ്ണമായും ബോധ്യമായിരുന്നില്ല. യേശുവിൻ്റെ സഹചാരിയായിരുന്ന ദാരിദ്ര്യത്തെ ഫ്രാൻസിസും മനസ്സാവരിച്ചു എന്നത് തന്നെ ശരി. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത്? ഇനി താൻ ചരിക്കേണ്ട മാർഗമേതാണ്ട് ആണ് ഫ്രാൻസിസ് ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ഒടുവിൽ ആ ദിനം വന്നെത്തി. ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയ ദിനം. 1209 ഫെബ്രുവരി 24 മത്തിയാസ്ലീഹായുടെ തിരുനാൾ ദിവസം ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ പുതുക്കി പണിയപ്പെട്ട പോർച്ചുഗുള ദേവാലയത്തിൽ ആദ്യമായി ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു. അളവറ്റ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഭക്ത്യാദരപൂർവ്വം ഫ്രാൻസിസ് ദിവ്യ കുർബാനയിൽ പങ്കെടുത്തു. കുർബാന മധ്യേ വൈദികർ സുവിശേഷം വായിക്കാൻ തുടങ്ങി. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. യാത്രയ്ക്ക് സ്വർണമോ വെള്ളിയോ ഉണ്ടായിരിക്കരുത്. ചെരുപ്പോ വടിയോ രണ്ടുടുപ്പോ എടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളുമായി ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് അന്ന് വായിച്ചത്. ദൈവവചനം തൻ്റെ ഹൃദയത്തിൽ അസാധാരണമായ ശക്തിയോടെ തുളച്ചു കയറുന്നതായി ഫ്രാൻസിസിന് തോന്നി. അതേ, ഈ വചനത്തിലൂടെ ക്രിസ്തു തന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. തനിക്കുള്ള മാർഗം ഇതാ തുറന്നു കിട്ടിയിരിക്കുന്നു. തൻ്റെ പ്രവൃത്തിപഥം കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നു. ഫ്രാൻസിസ് മനസ്സിലോർത്തു. കുർബാന കഴിഞ്ഞയുടൻ ഫ്രാൻസിസ് തൻ്റെ കുത്തിനടരുന്ന വടി ഉപേക്ഷിച്ചു. പാദരക്ഷകൾ വലിച്ചെറിഞ്ഞു. പുറങ്കപ്പായം ഊരിമാറ്റി. ഒപ്പം അരയിലെ തുകൽ ബെൽറ്റും ഇനി അവശേഷിക്കുന്ന സാധാരണക്കാരൻ ധരിക്കാറുള്ള മുട്ടുവരെ ഇറക്കമുള്ള ഒരു കുപ്പായം മാത്രം. ആ കുപ്പായത്തിന് മുകളിലൂടെ ഒരു ചണച്ചിരൽ അദ്ദേഹം അരയിൽ കെട്ടി. ദേവാലയം നിർമ്മിക്കുകയല്ല, സഭയമാകുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കുകയാണ് തൻ്റെ ദൗത്യം. ഇത്തരമൊരു തിരിച്ചറിവിനായി പോർച്ചുഗലായിൽ വന്ന് ഫ്രാൻസിസ് അസീസി നഗരം ലക്ഷ്യമാക്കി നടന്നു. അസീസി നഗരത്തിന് ഫ്രാൻസിസ് സുപരിചിതനാണ്. പല രൂപങ്ങളിൽ അവർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കുബേരനായ കച്ചവടക്കാരൻ്റെ കുബേരനായ മകനായി, യോദ്ധാവായി, തെരുവിലൂടെ നൃത്തഗായിക സംഘങ്ങളുടെ നേതാവായി, ഭിക്ഷക്കാരനായി, ദേവാലയ നിർമ്മാണ സമയങ്ങളിൽ കൽപ്പണിക്കാരനായി. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, സുവിശേഷ പ്രസംഗകനായി. അസീസി നഗരത്തിൻ്റെ കേന്ദ്രമായ ചന്തസ്ഥലത്ത് ഫ്രാൻസിസ് എത്തിച്ചേർന്നു. അവിടെ നിന്ന് അദ്ദേഹം മനോഹരമായൊരു ഗാനം ആലപിച്ചു. ഫ്രാൻസിസിൻ്റെ ഗാനം ഒരു കാലത്ത് അസീസിയുടെ കാതുകളെ കുളിരണിയിച്ചിരുന്നു. ആ ഗാനഗന്ധർവൻ്റെ സ്വരമാധുരിയിൽ അവർ ആകൃഷ്ടരായിരുന്നു. അതേ ശൈലിയിൽ മനോഹരമാണ് ഫ്രാൻസിസ് എപ്പോഴും പാടുന്നത്. ചന്തയിലുണ്ടായിരുന്നവരും തെരുവിലെ കുട്ടികളും ഫ്രാൻസിസിന് ചുറ്റും നിരന്നു. ഗാനം തീർന്നപ്പോൾ വളരെ ലളിതവും സുഗ്രാഹ്യവുമായ ഭാഷയിൽ ഫ്രാൻസിസ് അവരോട് പ്രസംഗിക്കാൻ തുടങ്ങി. പാവപ്പെട്ടവരോട് ദയ കാണിക്കുക, പാപങ്ങളിൽ നിന്ന് ഓടിയകലുക, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. ഇതായിരുന്നു പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അദ്ദേഹം ആദ്യമായി പ്രസംഗിക്കുകയാണ്. എങ്കിലും അതിൻ്റെ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും സഭാകമ്പവും ഫ്രാൻസിസിന് അനുഭവപ്പെട്ടില്ല. വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഫ്രാൻസിസിനെ കുറിച്ച് അസീസിയിലെ ജനം പുലർത്തിയിരുന്നത്. ബെർണാഡിൻ്റെ മകൻ ഭ്രാന്തനാണ് ചിലർ പരിഹസിച്ചു. ഒരു സുവിശേഷ പ്രസംഗൻ വന്നിരിക്കുന്നു, മറ്റു ചിലർ പുച്ഛിച്ചു. അയാൾ എന്തു വേണമെങ്കിലും പറയട്ടെ. ചിലർ അദ്ദേഹത്തെ ഗവനിച്ചതേയില്ല. അപൂർവം ചിലർ ഫ്രാൻസിസിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടും ത്യാഗമനോഭാവത്തെയും അവർ ആദരിച്ചു. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ക്രിസ്തുദാസൻ അതിരുകൾ അതിലംഘിച്ച് വളരുകയായിരുന്നു. യേശുനാഥ, ഫ്രാൻസിസ് അസീസിയുടെ ദൗത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗം ദാരിദ്ര്യവും സുവിശേഷ പ്രസംഗവുമായിരുന്നു. കർത്താവേ, ഈ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.